ഹായ്, നമസ്കാരം. ഒരു സർക്കാരിനെ അവിടുത്തെ പൗരന്മാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ സർക്കാരിൻ്റെ ചില പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോഴോ അതിൽ സർക്കാരിൻ്റെ ചില ആവശ്യങ്ങളിൽ നിന്നും വിമുഖത കാട്ടി മാറി നിൽക്കുന്നത് കാണുമ്പോഴോ ഒക്കെ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിൽ നിന്നാണ് വോട്ടിംഗ് നിലവാരത്തിൽ വോട്ട് സമ്പ്രദായത്തിൽ മാത്രമല്ല ജനങ്ങൾ സർക്കാരിനെ വെറുക്കുന്നു എന്ന് കാണിക്കുന്ന മറ്റ് ചില ഒരുപാട് പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് സർക്കാരിനെതിരായ ജനങ്ങളുടെ വിലയിരുത്തൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴിതാ ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രതികരണം ഈ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നു. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് നമ്മൾ കാണുന്നതാണ്. അവർക്ക് ഇപ്പോൾ നമ്മളൊക്കെ അറിയാം, ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ, ഞങ്ങൾ യുവാക്കളായിരിക്കുമ്പോൾ, ഞങ്ങൾ PSC പരീക്ഷ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ LD ക്ലാർക്ക് പരീക്ഷ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് LD ക്ലാർക്കിനെ വിളിച്ചിരിക്കുന്ന വിജ്ഞാനം കേൾക്കുമ്പോൾ പിന്നെ വല്ലാത്തൊരു ആവേശമാണ്. പിന്നെ ഒരുമിച്ചിരുന്ന് പഠിക്കുക, കൂട്ടമായിട്ടിരുന്ന് പിന്നെ ടെസ്റ്റിന് വേണ്ടി പഠിക്കുക, അപേക്ഷ നൽകുക, ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രതീക്ഷയാണ്. അതിൽ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് അത്തരത്തിലുള്ള പ്രതീക്ഷ ഏകദേശം കെട്ടടങ്ങിയിരിക്കുന്നു. ഈ സർക്കാരിനെ കൊണ്ട് ഒരു കുന്തവും നടക്കില്ല. ഈ സർക്കാർ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജോലിയും കിട്ടുന്നില്ല. കാരണം പിന്നെ പട്ടിക തയ്യാറാക്കൽ ലിസ്റ്റ് വന്നാൽ തന്നെ, PSCയുടെ ലിസ്റ്റ് വന്നാൽ തന്നെ ലിസ്റ്റ് പിന്നെ ക്യാൻസൽ ചെയ്യുന്ന നടപടികളാണ് കാണുന്നത്. ജോലി കിട്ടുന്നില്ല. അത് മിക്കവാറും എല്ലാം പിൻവാതിലൂടെ പാർട്ടി സഖാക്കളെയും പാർട്ടി ബന്ധുക്കളെയും ഒക്കെ നിയമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ചെറുപ്പക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിച്ച LD ക്ലാർക്ക് വിജ്ഞാപനത്തിൽ പിന്നെ അപേക്ഷകൾ വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷ വളരെ കുറവാണ്. എന്തിന് അപേക്ഷിക്കുന്നു? വെറുതെ കിടന്ന് പരീക്ഷ എഴുതാന്നല്ലാതെ എന്ത് പ്രയോജനം എന്ന് നമ്മുടെ യുവാക്കൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമാണ് എന്ന് കേരളത്തിലെ പ്രേക്ഷകർ, ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള അവരുടെ ഒരു വിലയിരുത്തൽ അത്രമാത്രം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ PSC പരീക്ഷ, ഇപ്പോൾ LD ക്ലാർക്കിന്റെ PSC പരീക്ഷയിൽ പിന്നെ 4.2 ലക്ഷം അപേക്ഷകൾ മാത്രമാണ് വന്നത്. അതിന്റെ കണക്കുകൾ പിന്നെ പറയാം. അതായത് ഏകദേശം 4.2 ലക്ഷം അപേക്ഷ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് 12,95,446 അപേക്ഷയാണ് ഇപ്പോൾ ആകെ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 30-ാം തീയതിയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇത്രയും മാസം എടുത്തിരിക്കുന്നത്, നവംബർ, ഡിസംബർ, ജനുവരി, ഇത്ര. എന്നിട്ട് പോലും ആൾക്കാർ അപേക്ഷ കൊടുക്കാൻ പണ്ട് നമ്മൾ ഈ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപേക്ഷ കൊടുക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് താല്പര്യമില്ലാതായിരിക്കുന്നു എന്നാണ് കാണുന്നത്. 12,95,446 അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതില് പിന്നെ 2019 17,58,338 പേരാണ് അപേക്ഷ നൽകിയത്. 2019 ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ. ഇപ്പോൾ അത് 17 ലക്ഷം എന്ന് പറയുന്നത് ഇന്ന് അത് 12 ലക്ഷം ചെല്ലുവാനമായിരിക്കുന്നു. ഏകദേശം 4,62,892 പേർ അപേക്ഷ കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഈ കണക്കുകൾ വ്യക്തമാക്കും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ സർക്കാരിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇവർ ഇപ്പോൾ PSC വിജ്ഞാപനം പുറപ്പെടുവിച്ച് നമ്മളെ കൊണ്ട് ടെസ്റ്റ് നടത്തിച്ചാൽ പോലും ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ കാലമെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പട്ടിക തയ്യാറാക്കും. ആ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് വന്നാൽ തന്നെ ഈ സർക്കാർ ഇറങ്ങി പോകുന്നതിനിടയിൽ ഒരു നിയമനം നടത്താൻ സാധ്യതയില്ല. കാരണം 5 പൈസ കയ്യിലില്ലേ, പെൻഷൻ കൊടുക്കാൻ പോലും കയ്യിലില്ലേ എന്ന് തലയെ കൈവച്ച് വിളിക്കുന്ന ഒരു സർക്കാരിൽ എങ്ങനെയാണ് ഈ ജനങ്ങൾ വിശ്വസിക്കുക, നമ്മുടെ ചെറുപ്പക്കാർ വിശ്വസിക്കുക? അതുകൊണ്ടാണ് ചെറുപ്പക്കാർ ഈ കേരളത്തിൽ നിന്നാൽ രക്ഷയില്ല, വേറെ എവിടെയെങ്കിലും പോയി എന്തു പണിയും ചെയ്യാം, തോട്ടിപ്പണിയും ചെയ്യാം, വേറെ രാജ്യങ്ങളിൽ പോയി ഇവിടെ നിൽക്കാൻ വയ്യേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ നാട് വിടുന്നത്. ഇത് CPM എന്ന പാർട്ടിയും ഈ LDF എന്ന് പറയുന്ന ഭരണകൂടവും തിരിച്ചറിയണം. അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ ഗുരുതരാവസ്ഥ അറിയാൻ നിങ്ങൾക്ക് തലച്ചോറുണ്ടാകണം.